റാം നാരായൺ റാം. ചഞ്ചലനായി നിന്നാലും നീ എവിടേക്കാണ് പോകുന്നത്? ഇവിടെ കാണാനായി ഒന്നുമില്ല. ഇപ്പോൾ ഉണ്ട്, പിന്നീട് ഇല്ല. ഒരു നിമിഷത്തിൽ എല്ലാം ലയിച്ചു പോകുന്നു. സാധാരണയായി നമ്മൾ കൽപ്പിക്കുന്ന വിഗ്രഹങ്ങൾ അവിടെ ഉണ്ടാവില്ല. എല്ലാം ഏകീഭവിക്കും. നമ്മൾ ജീവിതമെന്ന് കരുതുന്നത് നീക്കം, ചലനം ആണ്. അതിനാൽ തന്നെയാണ് അതിനെ നാം ഇങ്ങനെ കാണുന്നത്. ചലനങ്ങളോട് ചേർത്ത് നോക്കുമ്പോൾ സിനിമയിൽ പല ചിത്രങ്ങളും ചേർത്ത് ഒരു ചിത്രം രൂപപ്പെടുത്തുന്നു. അതിൻ്റെ അതിവേഗമാണ് അതിനെ അങ്ങനെ തോന്നിക്കുന്നതും. ഈ മഹാവിശ്വവും ഒരേ ചലനത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അതിനാലാണ് നമുക്ക് അതിനെ ഇങ്ങനെ കാണാനാകുന്നത്. അത് അത്ര വേഗത്തിൽ സഞ്ചരിക്കുന്നു. സൂര്യൻ ജ്വലിക്കുന്നു, മറ്റ് ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളുമുണ്ട്. ജീവിതം മുഴുവൻ ചലനം തന്നെയാണ്. ജീവൻ അല്ലെങ്കിൽ പ്രാണൻ ഈ അനന്തമായ ചലനത്തിൻ്റെ ഒരു പരിചയമാണ്. ഈ വിശ്വം ചലനത്തിൻ്റെ ഒരു ഉദാഹരണമാണ്. നീ ഈ ചലനത്തിൽ നിന്റെ ചലനം ലയിപ്പിക്കാനാകുമെങ്കിൽ വാക്കുകൾ ജനിച്ചതുപോലെ അതിലും നീ ലയിച്ചു പോകും. മനസ്സിൽ ശാന്തിയില്ലെങ്കിൽ അസ്വസ്ഥത തോന്നും. അതിനാലാണ് ഭക്ഷണം, നിദ്ര, സ്വപ്നം എല്ലായ്പ്പോഴും ജപം ചെയ്യാനുള്ള നിയമം. നമുക്ക് ഒരു പതിവ് വികസിപ്പിക്കേണ്ടതുണ്ട്. നിന്റെ ഇഷ്ടപ്രകാരം എവിടെയായാലും എപ്പോഴായാലും ജപം തുടരുക. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നീ കാണും, നിന്റെ ജപം താനായി നടക്കുകയാണ്. എളുമാംസം, രക്തകണങ്ങൾ, ഓരോ അണുവും താങ്കളുടെ മന്ത്രം ജപിക്കാൻ തുടങ്ങും. 1,00,000-ലധികം ഗ്രന്ഥികൾ എല്ലാ നിമിഷത്തിലും ജപം ചെയ്യും. അങ്ങനെ സംഭവിക്കുമ്പോൾ കാര്യങ്ങൾ എളുപ്പമാകും. ഇങ്ങനെ ഓരോ നിമിഷവും ജപം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു നിമിഷത്തിൽ 1,00,000 ജപം ഉണ്ടാകും. നീ ഉറങ്ങുമ്പോഴും ജപം തുടരുന്നുണ്ടാകുന്നത് നീ കാണും.